പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് C20 ബാറ്ററിയും C10 ബാറ്ററിയും പിന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും തമ്മിൽ ചാർജിങ്ങിലുള്ള വ്യത്യാസമാണ്. ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. C20 ബാറ്ററി നമ്മൾ സാധാരണ ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇത് C20 റേറ്റ് ഫുൾ ചാർജിൽ നിന്ന് 10.5 വോൾട്ട് ആകുന്നത് വരെ 20 മണിക്കൂർ കൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ടിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. അതേസമയം ഒരു C10 ബാറ്ററി ആണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് കോൺസ്റ്റൻറ്റ് കറണ്ടിൽ ഫുൾ ചാർജിൽ നിന്ന് 10.5 വോൾട്ട് വരെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് C10 ബാറ്ററിക്ക് C20 ബാറ്ററിയെക്കാളും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കറണ്ട് ഡബിൾ ആയിരിക്കും. 200 AHൻ്റെ ഒരു C20 ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് C20 റേറ്റിംഗ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആംപിയർ ആണ്. 10 ആംപിയർ കൂടുതൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനോ ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ C10 ബാറ്ററി ആണെങ്കിൽ 20 ആംപിയർ വരെ ചാർജിങ് ഡിസ്ചാർജിങ്ങും റേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതലും ചാർജ് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ സൈക്കിൾ ലൈഫ് കുറഞ്ഞേക്കാം. ഈ ഒരു ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയുടെ പ്ലേറ്റിൻ്റെ തിക്നെസ്സിലുള്ള വേരിയേഷൻ കൊണ്ടാണ്. ഇതിൻ്റെ ചാർജിങ് സ്റ്റേജസ് എടുത്തു കഴിഞ്ഞാൽ C20 ആണെങ്കിലും C10 ആണെങ്കിലും 5 സ്റ്റേജ് ചാർജിങ് ആണ് സാധാരണ വരുന്നത്. എല്ലാ ഇൻവെർട്ടറുകളിലും 3-4 സ്റ്റേജ് ചാർജിങ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ചാർജിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇക്വലൈസേഷൻ ചാർജിങ് ആണ്. ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജ് ആയി കഴിയുകയാണെങ്കിൽ, അതായത് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഒരു 10.5 അതിൽ താഴെയോ വോൾട്ടേജിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ ഡീപ്പ് ഡിസ്ചാർജ് ആയി കഴിയും. അപ്പോൾ ആ ഡീപ്പ് ഡിസ്ചാർജിൽ നമ്മൾ കൂടുതൽ കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡും ലെഡും കൂടെ ചേർന്നിട്ട്, ലെഡ് പ്ലേറ്റും സൾഫ്യൂരിക് ആസിഡും ആണല്ലോ ഇതിനകത്തുള്ളത്. ഈ ലെഡും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്നിട്ട് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവാം. അപ്പോൾ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ബാറ്ററി പെർമനൻ്റ് ആയിട്ട് തന്നെ ഡാമേജ് ആയി പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വലൈസേഷൻ ചാർജിങ് എന്നുള്ള സംവിധാനം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇക്വലൈസേഷൻ ചാർജിങ്ങിൽ വളരെ ചെറിയൊരു കറണ്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് കൊടുക്കുകയുള്ളൂ. C20 ബാറ്ററി ആണെങ്കിൽ 10 മുതൽ 20 ആംപിയർ വരെ കറണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഇത് 200 AH ബാറ്ററിക്കുള്ള ഒരു ചാർജിങ് കറണ്ടാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ C10 ബാറ്ററി ആണെങ്കിൽ 200 AHൻ്റെ ബാറ്ററി ആണെങ്കിൽ 20 മുതൽ 40 ആംപിയർ വരെ ഇതിനകത്ത് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തൊരു സ്റ്റേജാണ്, പ്രധാനമായിട്ടുള്ളൊരു സ്റ്റേജാണ് ബൾക്ക് ചാർജിങ്. ഈ ബൾക്ക് ചാർജിങ് എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ചാർജ് 10% ആയിരിക്കുന്ന സമയം മുതൽ 80% ആയിരിക്കുന്ന സമയം വരെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ബൾക്ക് ചാർജിങ്. ഈ ബൾക്ക് ചാർജിങ്ങിൽ C20 ബാറ്ററി ആണെങ്കിൽ, സാധാ ഇൻവെർട്ടർ ബാറ്ററി ആണെങ്കിൽ 20 മുതൽ 40 ആംപിയർ വരെ 200 AH ബാറ്ററിക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ കഴിയും. C20 ബാറ്ററിക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് നമ്മളിത് ചാർജ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിലും ചാർജ് ചെയ്യാൻ കൊടുക്കുന്നത് ഇപ്പോൾ 8 മുതൽ 12 മണിക്കൂർ വരെ എടുക്കും C20 ബാറ്ററി. സാധാരണ ഒരു ഇൻവെർട്ടർ ബാറ്ററി 10% ചാർജ് ചെയ്യുന്ന 80% ചാർജ് വരെ ആവാൻ. അതേസമയം C10 ബാറ്ററി, നമ്മൾ സോളാർ ബാറ്ററിക്ക് ആണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ എടുക്കുകയുള്ളൂ 80% ചാർജ് ആവാൻ. C10 ബാറ്ററി 200 ആംപിയർ അവർ ആണെങ്കിൽ 40 മുതൽ 80 ആംപിയർ വരെ നമുക്ക് ചാർജിങ് കറണ്ട് കൊടുക്കാം ഇതിനകത്ത് സേഫായിട്ട്. അപ്പം കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് ആണ് ഈ C10 ബാറ്ററിയിൽ സാധാരണഗതിയിൽ കൊടുക്കുന്നത്. പിന്നെയുള്ള ചാർജിങ് സ്റ്റേജാണ് അബ്സോർപ്ഷൻ ചാർജിങ്. 80% ചാർജ് മുതൽ 100% ചാർജ് വരെ നമ്മൾ അബ്സോർപ്ഷൻ ചാർജിങ് ആണ് ഈ ബാറ്ററികളിൽ കൊടുക്കാറുള്ളത്. ഇപ്പോൾ C10 ആണെങ്കിൽ C20 ആണെങ്കിൽ ഈ ചാർജിങ്ങിൻ്റെ ഈ ഓരോ സ്റ്റേജ് ചാർജിങ്ങിലും വോൾട്ടേജ് ലെവലെല്ലാം ഏകദേശം സെയിമാണ്. കറണ്ട് മാത്രമേ വ്യത്യാസമാവുന്നുള്ളൂ. C20യുടെ ഇരട്ടി കറണ്ടാണ് നമുക്ക് C10ൽ കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അബ്സോർപ്ഷൻ ചാർജിങ്ങിലാണെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിലാണ് രണ്ട് ഇത് C10 ആണെങ്കിലും C20 ആണെങ്കിലും ചാർജ് ചെയ്യുന്നത്. ഈ അബ്സോർപ്ഷൻ ചാർജിങ്ങിനിടയ്ക്ക് ചിലപ്പോൾ ഒരു 1 മിനിറ്റ് ചാർജ് ആവാം, പിന്നെ കട്ടാവാം. അങ്ങനെയൊക്കെ പല പല സീക്വൻസ് ഈ കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ, പിന്നെ 100% ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ കുറച്ച് ചാർജ് മാത്രം കൊടുത്താൽ മതിയാകും. ഇപ്പോൾ 100% ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കറണ്ട് കൊടുത്താൽ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ബാറ്ററിയുടെ പ്ലേറ്റിനിടയ്ക്ക് നിന്ന് ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജൻ ഡെവലപ്പ് ചെയ്ത് ബബിൾസ് വരും. ആ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് പെട്ടെന്ന് തീർന്നു പോകാം, അതായത് ആസിഡ് തീർന്നു പോകാം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ ഒരു ചാർജ് മാത്രമേ ഈ ഫ്ലോട്ട് ചാർജിങ്ങിൽ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് മിക്കവാറും ഒക്കെ പല കമ്പനിക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സോളാർ ട്യൂബുലർ എക്സൈഡിൻ്റെ ബാറ്ററി ആണെങ്കിൽ ഏകദേശം 15.5 വോൾട്ടാണ് മാക്സിമം കമ്പനി പറയുന്നത്. 15.5 വോൾട്ട് വരെ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ പല പല കമ്പനികളും ഈ ഇൻവെർട്ടറിൻ്റെയും ചാർജ് കൺട്രോളറിനെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം.
ഇനി നമുക്ക് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി എങ്ങനെയാണ് ചാർജിങ് ചെയ്യുന്നത് നോക്കാം. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിലാണെങ്കിൽ 3 സ്റ്റേജ് മാത്രമേ ഉള്ളൂ ചാർജിങ്ങിന്. ഒന്ന് ബൾക്ക് ചാർജിങ്. ആദ്യത്തെ നേരത്തെ നമ്മൾ ലെഡ് ആസിഡിൽ കണ്ട പോലെ ഇക്വലൈസേഷൻ ചാർജിങ് ഇല്ല ഇവിടെ. 0% ചാർജ് മുതൽ 80% വരെ ചാർജിങ്ങിന് ബൾക്ക് ചാർജിങ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റൻ്റ് കറണ്ട് ചാർജിങ് ആണ് ഇതിനകത്ത് മിക്കവാറും ബൾക്ക് ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 12 വോൾട്ട് 100 AHൻ്റെ ബാറ്ററി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് 50 ആംപിയർ വരെ നമുക്ക് മാക്സിമം ബൾക്ക് ചാർജിങ് കൊടുക്കാൻ പറ്റും. ബാറ്ററിയുടെ വോൾട്ടേജ് 12 മുതൽ 14.4 വോൾട്ട് ആവുന്നത് വരെ 2 മുതൽ 3 മണിക്കൂർ വരെ കൊണ്ട് ഇത് ചാർജ് ചെയ്യാം. C10 ബാറ്ററിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, 5-6 മണിക്കൂർ എടുക്കുന്നുണ്ട് ഈ ബൾക്ക് ചാർജിങ്ങിന് മാത്രമായിട്ട്. ഇപ്പോൾ അത് കഴിഞ്ഞാൽ അബ്സോർഷൻ ചാർജിങ് ആണ്. 80% മുതൽ 100% ചാർജ് ആവുന്നവരെ അബ്സോർഷൻ ചാർജ് ആണുള്ളത്. ആ സമയത്ത് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ചാർജിങ് ആണ് വരുന്നത്. ഇപ്പോൾ ബൾക്ക് ചാർജിങ് കോൺസ്റ്റൻ്റ് കറണ്ടാണ്. അത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ചാർജിങ് ആണ് വരുന്നത്. 14.4 വോൾട്ടിലായിരിക്കും. പിന്നെ ഈ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം ചാർജിങ് വോൾട്ടേജും മിനിമം ചാർജിങ് വോൾട്ടേജും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മാക്സിമം ചാർജിങ് വോൾട്ടേജ് 14.6 നിന്ന് കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറ്ററി തന്നെ കേടാവാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന BMS, ബാറ്ററിയുടെ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു BMS ഉപയോഗിക്കും, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് കേടാവാം. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ മിനിമം ചാർജ് പല കമ്പനികളും 10.5 വോൾട്ട് വരെ കുറയാമെന്ന് പറയുകയാണെങ്കിലും 12 വോൾട്ടിൽ നിർത്തുന്നതായിരിക്കും സേഫ്. കാര്യം 12 വോൾട്ട് വരെ 10.5 നിന്ന് 12 വോൾട്ട് വരെ ബാറ്ററി ചാർജ് ആവാനായിട്ട് വളരെ കുറച്ച് എനർജി മാത്രമേ എടുക്കുകയുള്ളൂ. 12 വോൾട്ടിൽ നിന്ന് പിന്നെ ഫുൾ ചാർജ് ആയിട്ടുള്ള 14.6 വോൾട്ട് വരെയാണ് കൂടുതലും ചാർജ് ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ ഒരിക്കലും 12 വോൾട്ടിൽ കുറയാതെ സൂക്ഷിക്കണം. പിന്നെ ടെമ്പറേച്ചർ സാധാരണഗതിയിൽ ഉള്ളതുപോലെ 45 ഡിഗ്രി വരെ ഇതിനകത്ത് കൂടാൻ പാടുള്ളൂ. ഇതിനകത്ത് ഇക്വലൈസേഷൻ ചാർജിങ് എന്നൊരു സംവിധാനമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ചാർജിങ് സ്റ്റേജുകളും ചാർജിങ് കറണ്ട്, വോൾട്ടേജ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ചാർജേഴ്സാണ്. MPPT ചാർജ് കൺട്രോളർ അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടറിനകത്തുള്ള ചാർജർ, അതൊക്കെയാണ് ഈ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ബാറ്ററിക്കകത്ത് അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വാങ്ങി നമ്മൾ സാധാ ഒരു ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാ ഒരു ഇൻവേർട്ടറിനകത്ത് ലെഡ് ആസിഡ് ബാറ്ററിക്കുള്ള 4 സ്റ്റേജോ 5 സ്റ്റേജോ ചാർജിങ് സ്റ്റേജസ് കാണും. പക്ഷേ ഈ ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിക്ക് അത്രയും സ്റ്റേജസ് ഇല്ല, 3 സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ കോൺസ്റ്റൻ്റ് കറണ്ട് ചാർജിങ്, കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ചാർജിങ്ങും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വാങ്ങിച്ച് സാധാരണ ഒരു ഇൻവെർട്ടറിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ബാറ്ററി ചൂടാവാം, ചിലപ്പോൾ കേടായി പോവാം. പക്ഷേ ലിഥിയം ബാറ്ററി വാങ്ങി സാധാരണ MPPT ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ 2 കാര്യങ്ങൾ മിനിമം ശ്രദ്ധിക്കുക. ഒന്ന്, ഈ MPPT ചാർജ് കൺട്രോളറിൻ്റെ മാക്സിമം ചാർജിങ് വോൾട്ടേജും മിനിമം ചാർജിങ് വോൾട്ടേജും സെറ്റ് ചെയ്യുക. മാക്സിമം ചാർജിങ് വോൾട്ടേജ് 14.6 വോൾട്ടിന് താഴെയും മിനിമം ചാർജിങ് വോൾട്ടേജ് 12 വോൾട്ടിന് മേലെയും സെറ്റ് ചെയ്യുക. ഇപ്പോൾ പല കമ്പനികളും 10.5 വോൾട്ട് വരെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിക്ക് റേഞ്ച് പറയും. പക്ഷേ 10.5 മുതൽ 12 വോൾട്ട് വരെ ചാർജ് ആവാനായിട്ട് വളരെ കുറച്ച് ചാർജ് മാത്രം മതി. അപ്പോൾ അത് വലിയൊരു ഡിഫറൻസ് ഇല്ല. 12 വോൾട്ടിന് മേലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 100 AH ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ എത്ര AH വരെ നമുക്ക് ചാർജ് ചെയ്യാം, എത്ര AH വരെ ഡിസ്ചാർജ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഈ ചാനലിൽ ചെക്ക് ചെയ്ത് കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.